നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജന പ്രവാഹം. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് ദൃശ്യമായത്. തിരക്കു കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക വരി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഓണനാളുകളിൽ 1 മണിക്കൂർ അധികം ദർശനം ലഭിക്കുന്നതിനായുള്ള സൗകര്യവും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 1 മണിക്കൂർ നേരത്തെ നട തുറന്ന് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും പ്രത്യേകതയാണ്. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിലാണ് രാവിലെ മേളത്തോടെ കാഴ്ചശീവേലി നടന്നത്. കൊമ്പൻ രാജശേഖരൻ കോലമേറ്റി. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമ്മാനിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. 10,000 പേർക്കുള്ള തിരുവോണ സദ്യയാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമായി 9 മണിയോടെ സദ്യ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സദ്യയുടെ വരി അവസാനിപ്പിച്ചു. കാളൻ, ഓലൻ, പപ്പടം, കൂട്ടുകറി, പഴംപ്രഥമൻ, മോര്, കായവറവ്, അച്ചാർ, പുളിഞ്ചി എന്നീ വിഭവങ്ങളാണ് സദ്യയിൽ ഒരുക്കിയത്. ഉത്രാടം നാളിൽ കണ്ണന് കാഴ്ചക്കൊല്ലിയായി ലഭിച്ച നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് പഴംപ്രഥമൻ തയ്യാറാക്കിയിട്ടുള്ളത്. കാണിക്കയായി ലഭിച്ച പഴം കൊണ്ടുള്ള നുറുക്കും പഴംപ്രഥമനും നിവേദിക്കും. ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയോടെ ഉച്ചപൂജ നടന്നു. ഉച്ചതിരിഞ്ഞ് മേളത്തിൻ്റെ അകമ്പടിയോടെ കാഴ്ചശീവേലിയുണ്ടായി. രാത്രി തിരുവോണവിളക്കുമുണ്ടാകും. ഏകദേശം 22 ലക്ഷത്തോളം രൂപയാണ് ഓണാഘോഷ ചടങ്ങിനു വേണ്ടി ദേവസ്വം നീക്കിവച്ചിരിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗതകാല സ്മരണയിൽ വീണ്ടും ഒരു ഓണാഘോഷം. സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പൊന്നോണത്തെ മലയാളികൾ വരവേറ്റു. പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെയായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. ഗതകാല സ്മരണയിൽ അതിജീവനത്തിന്റെ പാതയിൽ മറ്റൊരു ഓണാഘോഷം കൂടി. ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിനമായും തൃക്കാരപ്പന്റെ പിറന്നാളായും പരശുരാമന്റെ കേരള ഭരണത്തിന്റെ ഓർമ്മയായുമെല്ലാമുള്ള ഐതിഹ്യങ്ങളാണ് തിരുവോണത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. അത്തന്നാൾ മുതൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങൾ തീർക്കും. ഉത്രാടം നാളിൽ വീട്ടുമുറ്റത്തെ പൂത്തറയിൽ മാതേവരെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങും ഇന്നും വള്ളുവനാട്ടിലെ മിക്ക ഗ്രാമങ്ങളിലും കാണാനാവുന്ന കാഴ്ചയാണ്. മാതേവരെ പൂജിക്കുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകളും ഓണത്തോടനുബന്ധിച്ച് നടത്തി വരുന്നുണ്ട്. ഓണസദ്യയും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഉത്രാടപ്പാച്ചിലിന് പിന്നാലെ ഒരുമിച്ച് ഓണവിഭവങ്ങളും സദ്യകളും പായസവും ഒരുക്കിയായിരുന്നു തിരുവോണത്തെ സമ്പന്നമാക്കിയത്. തുറന്ന് നാട്ടിൻപുറങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഓണക്കളികളും ആരംഭിച്ചു. ഓണാഘോഷം വരും ദിവസങ്ങളിലും നാട്ടിൻപുറങ്ങളിൽ സജീവമാകും. കട്ടിൽമാടം ഗംഗോത്രി ഗ്രാമസേവാ സമിതിയുടെയും കട്ടിൽമാടം വിവേകാനന്ദ ബാലഗോകുലത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. ചടങ്ങിൽ CRPF ജവാനായി നിയമിതനായ അർഷദ്, കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. 100-ലധികം കുടുംബങ്ങൾക്ക് സൗജന്യ അരി വിതരണവും നടത്തി. RSS തൃത്താല ഖണ്ഡ് സേവാ പ്രമുഖ് P. അരവിന്ദ് കട്ടിൽമാടം അധ്യക്ഷനായ ചടങ്ങിൽ പ്രശസ്ത മജീഷ്യൻ ഷൊർണൂർ രവി മുഖ്യാതിഥിയായി. RSS ഒറ്റപ്പാലം ജില്ലാ സംഘചാലക് NP പ്രകാശ്, സുരേഷ് ബാബു, കൊടുമുട ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗീത ടീച്ചർ, ഉമേഷ് കുറിയടത്ത് എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രോത്സാഹന സമ്മാനം നൽകി. ഒപ്പം ഓണാഘോഷ കൂപ്പൺ വിജയികളെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. CCTV ന്യൂസ്, തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സ്വദേശി എക്കോ ശ്രീനിവാസന്റെ തുണിയോടുള്ള പ്രണയത്തിനും തുന്നലിനും 38 വർഷത്തെ പഴക്കം. ശ്രീനിയില്ലാതെ ഇവിടത്തുകാർക്കെന്ത് ഓണം?
ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും സാധാരണക്കാർക്കെന്നും പുതുവസ്ത്രമണിയണമെങ്കിൽ ശ്രീനി നൂലിഴകളിൽ തയ്ച്ചെടുക്കുന്ന ഉടുപ്പും കുപ്പായവും വേണം. പെരുമ്പിലാവ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏറെ ചെറുപ്രായത്തിൽ തന്നെ 1986 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചാലിശ്ശേരി എക്കോ നൂറുദ്ദീനിൽ നിന്നാണ് കണ്ണത്ത് വളപ്പിൽ ശ്രീനിവാസൻ ടൈലറിംഗ് പണികൾ പഠിച്ചത്. കഴിഞ്ഞ 38 വർഷമായി ചാലിശ്ശേരിക്കാരുടെ ആഘോഷങ്ങൾക്ക് അഴകാകുന്നത് എക്കോ ശ്രീനി എന്ന ടൈലർ ശ്രീനിവാസനാണ്. ഒറ്റ മെഷീനിൽ തൊഴിലെടുക്കുന്ന ശ്രീനിവാസൻ ഓണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വസ്ത്രം തുന്നുന്നതിൻ്റെ തിരക്കിലാകും. എത്ര വലിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാർക്കറ്റിൽ കിട്ടാനുണ്ടെങ്കിലും ശ്രീനിയേട്ടൻ തുന്നിയാലേ പലർക്കും വസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ തൃപ്തി വരാറുള്ളൂ. പ്രായവ്യത്യാസമില്ലാതെ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരഭിപ്രായം തന്നെയാണ്. ഓണക്കാലമായാൽ പുതുമ നഷ്ടപ്പെടാത്ത പുത്തനുടുപ്പുകൾ തയ്ക്കുവാൻ സഹോദരിമാരും വീട്ടമ്മമാരും നേരത്തെ ശ്രീനിയെ ബുക്ക് ചെയ്യും. ഷർട്ട്, പിന്നെ പട്ടുപാവാട, ചുരിദാറുകൾ, ബ്ലൗസുകൾ. കുട്ടികളുടെ എത്ര കാലമായി ഇവിടെ ഈ ടൈലറിംഗ് ഫീൽഡിൽ? 38 വർഷം. ഉപഭോക്താക്കളുടെ വിശ്വസ്തത സ്വന്തമാക്കിയ ഇദ്ദേഹം സാധാരണക്കാർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ മുതൽ ആധുനിക ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വരെ തയ്ച്ചു നൽകും. വിപണിയിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിപ്രസരത്തിലും ചെറുശാലയിൽ ഉത്രാട ദിവസവും കഠിനപ്രയത്നം ചെയ്ത് തുണിയിൽ മാത്രമല്ലാത്ത മനസ്സിലെ സ്നേഹവും സമർപ്പണവും നൽകുകയാണ് നന്മ നിറഞ്ഞ ഗ്രാമത്തിലെ ശ്രീനി. സജനയാണ് ഭാര്യ. അഭിനവ് എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കൊപ്പം പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് തല നിർവാഹക സമിതി യോഗം ചേർന്നു. ഒക്ടോബർ മുതൽ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല നിർവാഹക സമിതി യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അത് ഏതാണ് വാർഡ് മെമ്പർ കൂടി ആലോചിച്ച് സ്ഥലം കണ്ടെത്തി നമുക്കതൊരു വിപുലമായി ഈ ഒക്ടോബർ 2 വിപുലമായ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പരിപാടിയെ വിജയിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള നിർവാഹക സമിതി യോഗങ്ങൾ ചേർന്നത്. നമുക്ക് ഇന്ന് നിരവധി ആളുകൾ ഇന്ന് യോഗത്തിൽ പല തരത്തിലുള്ള ബന്ധങ്ങളുള്ള പ്രവർത്തന പരിചയമുള്ള ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള യോഗം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2-ാം തീയതി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് കൊപ്പം പഞ്ചായത്തിൽ സമഗ്രമായിക്കൊണ്ട് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് രൂപവൽക്കരണം ചെയ്യണം. അതിനെ ഓരോരുത്തരും മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഈ ഇത്തരത്തിലുള്ള വലിയ ദൗത്യമേറ്റുന്ന നമ്മുടെ 34 ഹരിത കർമ്മസേന അംഗങ്ങളെ നമ്മൾ ഈ പൊന്ന ഓണത്തിൽ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈ ഓണം. ഈ ഓണം നമുക്കൊരു ചെറിയ ദുഃഖം നമുക്ക് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അറിയാലോ, ഈ ഓണത്തിന് ആഘോഷത്തിൽ നമ്മളോടൊപ്പം ചേരേണ്ട ആളുകളായിരുന്നു വയനാട്ടിലെ വലിയ വിഭാഗം ആളുകൾ. കഴിഞ്ഞ ദുരന്തത്തിൽ അവർ നമ്മെ വിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ TV വത്സല, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 31 വരെ നീണ്ടുനിൽക്കുന്ന ജനകീയ ക്യാമ്പയിൻ പദ്ധതികൾ യോഗം തയ്യാറാക്കി. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 3-ാം വാർഡിൽ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തുള്ള മിനി MCF പരിസര ശുചീകരണം നടത്തി സൗന്ദര്യവൽക്കരണ പരിപാടികൾ ഏറ്റെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വാർഡ് തലത്തിൽ വിവിധ കേന്ദ്രങ്ങൾ തീരുമാനിച്ച് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കേന്ദ്രങ്ങൾ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി വിപുലമായ പരിപാടികൾ തയ്യാറാക്കാനും യോഗം തീരുമാനിച്ചു. നവമാധ്യമ കാഴ്ച. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന മാർഗങ്ങളിൽ എങ്ങനെ വ്യത്യസ്തത വരുത്താമെന്നതിൻ്റെ ചില കാഴ്ചകളാണ് ഇവിടെ. ബുദ്ധിയും കൗശലവും മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല എന്ന് ഇതു കണ്ടാൽ മനസ്സിലാകും. ബാബു പോൾ നൽകിയ വീഡിയോ കണ്ടു നോക്കാം. ചരമം. പാലൊള്ളി ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പരേതനായ കൃഷ്ണൻ നമ്പ്യാരുടെയും മകൻ പാലൊള്ളി മണികണ്ഠൻ നിര്യാതനായി. 46 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ സുനിത. വിഷ്ണു, ജിഷ്ണു എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.